ക്രിക്കറ്റ് ആരാധകർക്ക് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം മറ്റൊന്നുമല്ല, 15 വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഒരു ഏപ്രിൽ 2 തീയതിയാണ് നമ്മൾ ഏകദിനത്തിൽ നീണ്ട 28 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സാക്ഷാൽ MS ധോണി, ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പോരാളികളായി ഇറങ്ങിയ MS ധോണിയും ഗൗതം ഗംഭീർ, യുവരാജ് സിംഗ് പോലുള്ള മലയാളികളുടെ സ്വന്തം ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള പടുകൂറ്റൻ നിരകൾ അന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയെ മനോഹരമായ രീതിയിൽ വിജയത്തിലേക്ക് നയിക്കുകയും സച്ചിനെ തൊഴിലേറ്റിക്കൊണ്ട് മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും അതിഗംഭീരമായി ആഘോഷിച്ച ആ ഒരു വേൾഡ് കപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇന്നേക്ക് 15 വർഷം തികയുകയാണ്. ഈ 15 വർഷം തികയുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ക്രിക്കറ്റിലുള്ള ഓരോ കാഴ്ചകളും ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്നുണ്ടാവും. അത്തരത്തിലുള്ളൊരു വൈകാരികമായിട്ടുള്ള കാഴ്ചയാണ് സച്ചിൻ ടെണ്ടുൽക്കർ, അതായത് ക്രിക്കറ്റിന്റെ ഇതിഹാസം, ക്രിക്കറ്റിന്റെ ദൈവത്തെ തോളിലേറ്റിക്കൊണ്ട് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ക്രിക്കറ്റ് ഇതിഹാസത്തെ തോളിലേറ്റി ആ സ്റ്റേഡിയം വലം വെച്ചതും. അതുപോലെ തന്നെ 97 റൺസിൽ ഒരു റണ്ണൌട്ടിലൂടെ പുറത്താകുമ്പോൾ ഗൗതം ഗംഭീർ പൊരുതി കളിച്ച ആ ഒരു ഇന്നിങ്സും, അതുപോലെ സാക്ഷാൽ MS ധോണി യുവരാജ് സിംഗിനെ, അതുവരെ ടൂർണമെന്റിൽ മികച്ച ഫോമിലുണ്ടായിരുന്ന യുവരാജ് സിംഗിനെ പിറകിലോട്ട് വലിച്ച് MS ധോണി മുന്നിട്ടിറങ്ങി സാക്ഷാൽ ഫൈനൽ ഹീറോ ആകുന്ന ആ ഒരു കാഴ്ചയും, അദ്ദേഹം 6 അടിച്ച് വിജയിപ്പിച്ച ആ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ കണ്ണിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനുശേഷം ക്രിക്കറ്റിൽ പല ഐതിഹാസികമായ നേട്ടങ്ങളും ഇന്ത്യ നേടിയിട്ടുണ്ടെങ്കിലും 2011 അത് ഇത്തിരി സ്പെഷ്യൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച്. ആ ഒരു ക്രിക്കറ്റിൽ അന്ന് യുവരാജ് സിംഗ് ഉൾപ്പെടെയുള്ള പല പ്രമുഖരും, നമ്മുടെ ഹർഭജൻ സിംഗ് ആയാലും അതുപോലെ ശ്രീശാന്ത്, മലയാളികൾ എന്ന് ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കുന്നു അന്നൊക്കെ മലയാളികളുടെ ഒരു കരം ഇന്ന് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് കൂടി ഉണ്ടാവുന്നുള്ളതിന് അന്നും അടിവരയിട്ടത് ശ്രീശാന്ത് ആയിരുന്നു. ഇന്ന് സഞ്ജു സാംസൺ കളം വാഴുന്നതിന് മുന്നേ ശ്രീശാന്ത് ആയിരുന്നു മലയാളികളുടെ കരുത്ത്, അല്ലെങ്കിൽ മലയാളികളുടെ പ്രതീക്ഷ. ആ ഒരു ക്രിക്കറ്റ് കാലത്തിന് ശേഷം ഇന്നും ക്രിക്കറ്റിൽ ഇന്ത്യ പല ഐതിഹാസികമായ നേട്ടങ്ങളും നേടിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളികളുടെ അഭിമാനമായിട്ട് സഞ്ജു സാംസൺ ഇപ്പോഴും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇന്ന് 15 വർഷമായിട്ടും ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷം തരുന്ന ആ ഒരു നിമിഷം ഞാൻ ഇപ്പോഴും ഓർത്തെടുക്കുകയാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.